ഭാരതത്തിന്റെ തെക്കു പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കേരളം. വലിപ്പത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ 23-ാം സ്ഥാനത്താണ് കേരളം. 38,863 കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാട്. വടക്ക് കിഴക്ക് ഭാഗത്ത് കർണാടകയും കിഴക്കും തെക്കും തമിഴ്നാടും പടിഞ്ഞാറ് ഭാഗത്ത് ലക്ഷദ്വീപ് കടലുമാണ് കേരളത്തിന്റെ അതിർത്തികൾ. 2011 നടത്തിയ സെൻസസ് അനുസരിച്ച് 3,33,87,677 താമസക്കാരുള്ള കേരളം ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ 13ാമത്തെ വലിയ സംസ്ഥാനമാണ്. കേരളത്തിലെ പല മേഖലകളിലും സംസ്ഥാന സർക്കാർ സംഭാവന ചെയ്തിട്ടുള്ളത് മികച്ച നേട്ടങ്ങളാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കേരളത്തിലെ ഡിജിറ്റൽ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് യുനിസെഫ് നടത്തിയ പഠനം. കേരളത്തിന്റെ ഡിജിറ്റൽ വിദ്യാഭ്യാസ സംവിധാനം ആഗോള മാതൃകയാണെന്നാണ് യുനിസെഫിന്റെ പഠനം. കേരളത്തിൽ നടപ്പാക്കുന്ന ഡിജിറ്റൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാത്രമല്ല, ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങൾക്കും വികസിത രാജ്യങ്ങൾക്കും ഒരുപോലെ മാതൃകയാക്കാൻ പര്യാപ്തമാണെന്ന് യുനിസെഫിന്റെ പഠന റിപ്പോർട്ട്. കേരളത്തിലെ 2173 ഹൈസ്കൂളുകളിൽ 2018 പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ കൈറ്റ് നേതൃത്വത്തിൽ നടപ്പാക്കിയ ലിറ്റിൽ കൈറ്റ്സ് പദ്ധതിയെക്കുറിച്ചാണ് യുനിസെഫ് പ്രത്യേക പഠനം നടത്തിയത്. പദ്ധതിയുടെ പ്രസക്തിയെ ആഗോള ദേശീയ നൈപുണ്യ വികസന പദ്ധതികളുടെ പശ്ചാത്തലത്തിൽ നടത്തിയ പഠനം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 10 നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. വിശദമായ പഠന റിപ്പോർട്ടും സംഗ്രഹവും പ്രത്യേകം പ്രസിദ്ധീകരിച്ചതിൽ ലിറ്റിൽ കൈറ്റ്സ് പദ്ധതിയുടെ ചരിത്രം, കുട്ടികളുടെ തിരഞ്ഞെടുപ്പ്, പ്രവർത്തനം, കുട്ടികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും അഭിപ്രായങ്ങൾ തുടങ്ങിയവയും വിശദമാക്കിയിട്ടുണ്ട്. കോർപ്പറേറ്റുകളെ ആശ്രയിക്കാതെ കൈറ്റ്സ് സ്വന്തമായി രൂപകൽപ്പന ചെയ്ത പദ്ധതി എന്ന നിലയിലും സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ കരുത്ത് അക്കാദമിക രംഗത്ത് ഏറ്റവും ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നു എന്ന കണ്ടെത്തലിലും ലിറ്റിൽ കൈറ്റ്സ് മാതൃക പിന്തുടരാൻ ആഹ്വാനം ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. യൂറോപ്യൻ രാജ്യമായ ഫിൻലൻഡ് ഇത് നടപ്പാക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചതും കൈറ്റിലൂടെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചതുകൊണ്ട് കേരളം 3000 കോടി രൂപ ലാഭിച്ചതും റിപ്പോർട്ട് എടുത്തു പറയുന്നുണ്ട്. കേരളത്തെ ഒരു വിജ്ഞാന സമൂഹമായും വിജ്ഞാന സമ്പദ്ഘടനയായും ഉയർത്താൻ ലിറ്റിൽ കൈറ്റ്സ് പ്രവർത്തനങ്ങൾ ആക്കം കൂട്ടും എന്നാണ് മറ്റൊരു കണ്ടെത്തൽ. അതിജീവിച്ചതും തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്നതുമാണ് കേരളത്തിലെ ഡിജിറ്റൽ വിദ്യാഭ്യാസ മാതൃക. ലിറ്റിൽ കൈറ്റ്സ് പരിപാടിയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ സാങ്കേതിക വിദ്യയുടെ ഉപഭോക്താക്കൾ എന്ന നിലയിൽ നിന്നും അവയുടെ നിർമ്മാതാക്കൾ എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ടെന്നും സ്റ്റെം മേഖലയിൽ പെൺകുട്ടികളുടെ കുറഞ്ഞ പ്രാതിനിധ്യം ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു. കേരളത്തിൽ സ്വകാര്യ സ്കൂളുകളിൽ നിന്നും പൊതുവിദ്യാലയങ്ങളിൽ കൂടുതൽ കുട്ടികൾ എത്താനും ലിറ്റിൽ കൈറ്റ്സ് അവസരമൊരുക്കിയിട്ടുണ്ട്. കോവിഡ് കാലത്ത് രാജ്യത്തെ മറ്റേതൊരു സംസ്ഥാനത്തെയും അപേക്ഷിച്ച് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന്റെ ഉയർന്ന ലഭ്യത ഉറപ്പാക്കാൻ കേരളത്തിന് കൈറ്റിലൂടെ സാധിച്ചതായി യുനിസെഫിന്റെ 2020 കണ്ടെത്തലും റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. കേവലം ചില സോഫ്റ്റ്വെയറുകൾ പഠിപ്പിക്കുക എന്നതിലുപരി റോബോട്ടിക്സിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലുമെല്ലാം സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ലിറ്റിൽ കൈറ്റ്സിലൂടെ കുട്ടികൾക്ക് അവസരം ലഭിക്കുന്നുവെന്നും ഇതിലൂടെ സാങ്കേതിക വിദ്യകളുടെ കേവലം ഉപഭോക്താക്കൾ എന്ന തലത്തിൽ നിന്നും അവയുടെ രൂപകൽപ്പന ചെയ്യുന്നവരും സൃഷ്ടാക്കളുമായി കുട്ടികൾ മാറുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു. ലിറ്റിൽ കൈറ്റ്സ് യുണൈറ്റുകൾ വഴി ലഭ്യമാക്കിയ 9000 റോബോട്ടിക് കിറ്റിലൂടെ 12 ലക്ഷത്തോളം കുട്ടികൾ AI, IoT തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ പഠിക്കുന്നതും 80,000 അധ്യാപകർക്ക് കൈറ്റ് AI പരിശീലനം നൽകുന്നതും രാജ്യത്തെ ഏക മാതൃകയായി റിപ്പോർട്ടിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. ഇതുമാത്രമല്ല, മുൻവർഷങ്ങളിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പല മേഖലകളിലെ പ്രവർത്തനങ്ങളെ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ അവിടങ്ങളിലെല്ലാം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള മുന്നേറ്റങ്ങൾ ഏറെ പ്രശംസനീയമാണ്. സംസ്ഥാനത്തിന്റെ തീരപ്രദേശം 595 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുകയാണ്. സംസ്ഥാനത്തെ 1.1 ദശലക്ഷം ആളുകൾ മത്സ്യബന്ധന വ്യവസായത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. മത്സ്യബന്ധനം സംസ്ഥാന വരുമാനത്തിന്റെ 3% സംഭാവന ചെയ്യുന്നുണ്ട്. മത്സ്യബന്ധന വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പദ്ധതികൾ സംസ്ഥാന സർക്കാർ തയ്യാറാക്കുന്നു. ഏറ്റവും അധികം പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായത്തിലെ കുട്ടികൾക്കും സ്ത്രീകൾക്കുമായി ദരിദ്രർക്ക് അനുകൂലമായ നയങ്ങളും സാമൂഹിക സംരക്ഷണ പരിപാടികളും ആരംഭിച്ച ഇന്ത്യയിലെ മുൻനിര സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം.
പുരോഗമനപരമായ നിയമനിർമ്മാണങ്ങളും സാമൂഹ്യ സുരക്ഷാ നടപടികൾ, ആരോഗ്യ വികസനം, പോഷണം, വിദ്യാഭ്യാസ സംവിധാനങ്ങൾ, പൊതുവിതരണ സംവിധാനം തുടങ്ങിയ പദ്ധതികളും സംസ്ഥാനം നടപ്പിലാക്കിയിട്ടുണ്ട്. യുനിസെഫും WHO-യും കേരളത്തെ ലോകത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ സംസ്ഥാനം എന്നാണ് നാമകരണം ചെയ്തത്. കാരണം രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കും കേരളത്തിലാണുള്ളത്. മൂന്നാമത്തെ ദേശീയ കുടുംബാരോഗ്യ സർവേ ആശുപത്രികളിലുള്ള 100% ജനനത്തോടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറിയിൽ കേരളത്തിന് 1ാം സ്ഥാനം നൽകിയിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി സാമൂഹ്യ മേഖലയിലെ ഉയർന്ന പൊതുനിക്ഷേപവും ഫലപ്രദമായ ആസൂത്രണത്തിനും നിരീക്ഷണത്തിനും സഹായിക്കുന്ന ശക്തമായ ഭരണ രൂപഘടനകളും സംവിധാനങ്ങളും ഉപയോഗിച്ച് ഈ സാമൂഹിക നയങ്ങൾ ഫലപ്രദമായി നടപ്പാക്കി വരുന്നു. കുട്ടികളുടെ ആരോഗ്യം, പോഷണം, വിദ്യാഭ്യാസം എന്നിവയിൽ ഇതിന്റെ സ്വാധീനം വ്യക്തമായി കാണാനാകും. 5 വയസ്സിൽ താഴെയുള്ള ശിശുക്കളുടെയും നവജാത ശിശുക്കളുടെയും മരണവും വളർച്ചാ മുരടിപ്പിന്റെ വ്യാപ്തിയും ഏറ്റവും കുറവും, സ്കൂളുകളിലെ പ്രാഥമിക പ്രവേശന നിരക്ക് രാജ്യത്തെ ഏറ്റവും ഉയർന്നതുമാണ്. ഇതുപോലെ ഇന്ന് കേരളത്തിൽ ജോലി ചെയ്യുന്നത് ലക്ഷക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികളാണ്. കാരണം മറ്റൊന്നുമല്ല, കേരളത്തിൽ അവർക്ക് കിട്ടുന്ന കൂലിയാണ്. ദിനംപ്രതി വീണ്ടും വീണ്ടും ആളുകൾ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നതും മറ്റ് സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ മികവ് തെളിയിക്കുന്നു. 2023 15ാം കേരള നിയമസഭയുടെ 8ാം സമ്മേളനത്തിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വിവിധ മേഖലകളിൽ കേരള സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ എണ്ണി പറഞ്ഞിരുന്നു. 2023 അഭിമാനകരമായ സാമ്പത്തിക വളർച്ച സംസ്ഥാനം നേടിയെന്നും റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളം സാമ്പത്തികമായി മുന്നേറുകയാണെന്നും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. എല്ലാ മേഖലകളിലും കേരളം മുന്നിൽ. സുസ്ഥിര വികസനത്തിൽ നീതി ആയോഗ് പട്ടികയിൽ കേരളം മുന്നിലാണ്. അതിദാരിദ്ര്യം ഒഴിവാക്കാൻ സംസ്ഥാനം ശ്രദ്ധേയ പരിശ്രമം നടത്തിയിരുന്നു. നീതി ആയോഗ് പട്ടികയിൽ വ്യവസായത്തിലും നിക്ഷേപങ്ങളിലും 1ാമതാണ് കേരള സംസ്ഥാനം. രാജ്യത്ത് തൊഴിൽ നൽകുന്നതിൽ കേരളം 3ാം സ്ഥാനത്താണ്. തൊഴിലില്ലായ്മ ഇല്ലാതാക്കാൻ സർക്കാർ പരിശ്രമിക്കുകയും 5 വർഷം കൊണ്ട് 20 ലക്ഷം തൊഴിൽ നൽകുക എന്ന ലക്ഷ്യവുമായി പ്രവർത്തിച്ചു വരുന്നുമുണ്ട്. വ്യവസായത്തിലും നിക്ഷേപങ്ങളിലും സംസ്ഥാനം മുന്നേറുന്നു. ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകളിലും സംസ്ഥാനം മികവ് പുലർത്തുന്നു. കേരളത്തിൽ ശിശുമരണ നിരക്ക് കുറയ്ക്കാൻ സാധിച്ചു എന്നത് എടുത്തു പറയേണ്ട നേട്ടമാണ്. കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി 100% റേഷൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിച്ച ആദ്യ സംസ്ഥാനം. സംസ്ഥാനത്തെ എല്ലാ പട്ടികവർഗ സെറ്റിൽമെന്റ് കോളനികളിലും ആവശ്യമായ വെള്ളവും വൈദ്യുതിയും ഇന്റർനെറ്റും എത്തിക്കാൻ സർക്കാരിന് സാധിച്ചുവെന്നതും അട്ടപ്പാടിയിലെയും ഇടമലക്കുടിയിലും മൊബൈൽ ക്ലിനിക്കുകളും സ്ഥാപിക്കാൻ കഴിഞ്ഞുവെന്നതുമൊക്കെ ഗവർണർ 2023 നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നതാണ്. കേരളം ദരിദ്രർ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമെന്ന് നീതി ആയോഗ് റിപ്പോർട്ട് പറയുന്നു. 2015-16 കേരളത്തിൽ ദരിദ്രരുടെ എണ്ണം മൊത്തം ജനസംഖ്യയുടെ 0.70% 2019-21 ഇത് 0.55% താഴ്ന്നു. ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നീ മേഖലകളിലെ 12 സൂചകത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ റിപ്പോർട്ട്. എറണാകുളം ജില്ലയിൽ കേന്ദ്ര മാനദണ്ഡങ്ങൾ പ്രകാരം ദരിദ്രർ തീരെയില്ല. വയനാട് ജില്ലയിൽ ജനസംഖ്യയുടെ 2.82% പേർ ദരിദ്രരാണ്. പോഷകാഹാര ലഭ്യത, മാതൃ ശിശുമരണ നിരക്ക്, മാതൃ ആരോഗ്യം എന്നിവയാണ് ആരോഗ്യ മേഖലാ പഠനത്തിന്റെ പ്രധാന മാനദണ്ഡങ്ങൾ. സ്കൂൾ വിദ്യാഭ്യാസം ലഭിക്കുന്ന വർഷങ്ങളുടെ ശരാശരി, സ്കൂൾ ഹാജർ നിലവാരം എന്നിവയാണ് വിദ്യാഭ്യാസ മേഖലാ മാനദണ്ഡം. പാചക ഇന്ധനം, കുടിവെള്ളം, ശുചിത്വം, പാർപ്പിടം, വൈദ്യുതി, ആസ്തി, ബാങ്ക് അക്കൗണ്ട് എന്നീ മേഖലകളിലെ സ്ഥിതിയാണ് ജീവിത നിലവാരം തിട്ടപ്പെടുത്താൻ ഉപയോഗിച്ചത്. ആഹാര ലഭ്യത എന്നതിൽ നിന്ന് വ്യത്യസ്തമായി വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം, സേവന ലഭ്യത, അടിസ്ഥാന സൗകര്യങ്ങൾ, അടിസ്ഥാന വേതനം, തൊഴിൽ ശേഷി എന്നിവയൊക്കെ ദാരിദ്ര്യം കണക്കാക്കുന്ന സൂചികകളായി മാറി. 5 വർഷം കൊണ്ട് അതിദാരിദ്ര്യം ഇല്ലാതാക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസത്തിന്റെയും ആരോഗ്യ സംരക്ഷണത്തിന്റെയും വ്യാപനം, പെൻഷൻ പദ്ധതികൾ, പൊതുവിതരണ സമ്പ്രദായം, കുടുംബശ്രീ, നവകേരളം കർമ്മ പദ്ധതി എന്നിവ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ കേരളത്തിലെ ഗ്രാമ നഗര പ്രദേശങ്ങളിലെ ദാരിദ്ര്യത്തിന്റെ തോത് കുറയ്ക്കുന്നതിൽ ഫലപ്രദമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. സമൂഹത്തിലെ അതിദരിദ്രരെ കണ്ടെത്തി അതിജീവന പദ്ധതികൾ തയ്യാറാക്കുന്നതിനായുള്ള പ്രത്യേക ക്യാമ്പയിൻ 2021 മുതൽ നടന്നുവരികയാണ്. കേരളം 1ാമത് എന്ന് പറയുന്നത് വെറുതെയല്ല. നൈപുണ്യമുള്ള തൊഴിലാളികൾ, ശക്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ, സാക്ഷരത, ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, സാമൂഹിക സാമ്പത്തിക വികസനത്തിലെ മുന്നേറ്റം എന്നിവയെല്ലാം വ്യവസായം ആരംഭിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലമാക്കി കേരളത്തിലെ മാറ്റുന്നു.
കേരളത്തിന്റെ വികസന കുതിപ്പും മികച്ച ഗതാഗത സംവിധാനങ്ങളും ഭൂമിശാസ്ത്രപരമായ മറ്റ് സവിശേഷതകളും കേരളത്തെ വ്യവസായ അനുകൂല സംസ്ഥാനമാക്കി മാറ്റുന്നു. സാക്ഷരത 96%, ആയുർദൈർഘ്യം 75.2 വർഷം, ഉയർന്ന ആരോഗ്യ സൂചികകൾ, സാമൂഹിക സുരക്ഷാ ക്രമസമാധാന സംവിധാനം, ടൂറിസം രംഗത്തെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങളിൽ കേരളം മുൻപന്തിയിലാണ്.